ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി നമ്മൾ RRB നടത്തുന്ന ALP അതുപോലെ NTPC എന്നീ എക്സാമുകൾക്ക് ലാസ്റ്റ് സ്റ്റേജായ സൈക്കോമെട്രിക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ CBAT ടെസ്റ്റ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിലബസും ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളതിൻ്റെ ഫസ്റ്റ് ബാറ്ററി ടെസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഫിഗർ ടെസ്റ്റ്, ആ മെമ്മറി ഫിഗർ ടെസ്റ്റിൽ തന്നെ ഒരു 5 ടൈപ്പോളം മെമ്മറി ഫിഗർ ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ സാധാരണ ന്യൂമറസ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ മെമ്മറി ടൈപ്പ് ഫിഗർ ടെസ്റ്റിൽ നിന്ന് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ, അതായത് മെമ്മറി ഫിഗർ ടെസ്റ്റ് ടൈപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ മെമ്മറി പവർ എത്രയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യലാണ്. അതായത് ദീസ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ദ മെമ്മറി ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് ബേസ്ഡ് ഓൺ ഇമേജസ് വിത്ത് 12 ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് പാർട്ട്. അതായത് ഈ ഒരു ടൈപ്പ് മെമ്മറി ഫിഗർ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതിൽ 2 പാർട്ടായിട്ടുണ്ടാവും. ആ 2 പാർട്ടിൽ ഓരോ പാർട്ടിലും, അതായത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ആണെങ്കിൽ അതിൽ 12 ക്വസ്റ്റ്യൻ ഈച്ച് പാർട്ടിലും ഉണ്ടായിരിക്കും. ആ 12 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും 4 to 6 മിനിറ്റ്, അതായത് ചിലപ്പോൾ 4 മിനിറ്റ്സ് ആയിരിക്കും. അതായത് 2 മിനിറ്റ് മെമ്മറൈസ് ചെയ്യാനും 2 മിനിറ്റ് ആൻസർ ചെയ്യാനും, ഇല്ലെങ്കിൽ 3 മിനിറ്റ് മെമ്മറൈസ് ചെയ്യാനും 3 മിനിറ്റ് ആൻസർ ചെയ്യാനും, അങ്ങനെ ടോട്ടൽ 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 6 മിനിറ്റ്സ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന സമയം എന്ന് പറയുന്നത്. വിത്തിൻ ഈച്ച് പാർട്ട് 2 or 3 മിനിറ്റ്സ് ആർ ഗിവൺ ടു മെമ്മറൈസ് ദ ഇമേജ് ലൊക്കേഷൻസ്. അതായത് ഇമേജിന്റെ ലൊക്കേഷൻസ് മെമ്മറൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും സമയം തരുന്നത്. ആൻഡ് 2 or 3 മിനിറ്റ്സ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് ബൈ ഐഡന്റിഫൈയിങ് ദ ലൊക്കേഷൻസ് ഓഫ് ദ മെമ്മറൈസ്ഡ് ഇമേജസ് ഓർ ഫിഗേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെമ്മറി ഫിഗർ ടെസ്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻസ്, ആ ഇമേജിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ചില ക്വസ്റ്റ്യനിൽ ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ ഉണ്ടാവും, ചിലത് ഷെയ്ഡ് ഇല്ലാത്തതായിരിക്കാം, ചിലതിൻ്റെ കോർണർ എണ്ണി നോക്കി നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓരോരോ ട്രിക്ക് വെച്ച് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ 2 പേജസ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് അതിലെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് മെമ്മറി പേജ് അല്ലെങ്കിൽ മെമ്മറി സ്ക്രീനാണ്. അതായത് ഇവിടെ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ഇമേജസ് ഉൾക്കൊള്ളുന്ന ഒരു പേജോ അല്ലെങ്കിൽ ഒരു സ്ക്രീനോ തന്നിട്ടുണ്ടാവും. അതിനൊരു ഫിക്സഡ് ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പേജ് ഓപ്പൺ ആയി തന്നെ 2 or 3 മിനിറ്റ്സ് ടൈം റെഡ്യൂസ് ചെയ്ത് വരും. അതായത് ആ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ കൊണ്ട് നമ്മൾ ഈ പേജ് മെമ്മറൈസ് ചെയ്യണം. മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 മിനിറ്റ് ഓപ്പൺ ആവും. അതൊരു പുതിയ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേജ്, ഇതിൻ്റെ ടെസ്റ്റ് പേജ് അല്ലെങ്കിൽ ടെസ്റ്റ് സ്ക്രീൻ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഇറ്റ് വിൽ ഷോ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ദ സെയിം ഇമേജസ് ഫ്രം ദ മെമ്മറി പേജ് ഓർ സ്ക്രീൻ. അതായത് നമുക്ക് ആദ്യം തന്ന 3 മിനിറ്റിൽ മെമ്മറൈസ് ചെയ്യാൻ തന്ന പേജിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് നമുക്ക് ടെസ്റ്റ് സ്ക്രീനിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഇമേജിൽ കാണാൻ വേണ്ടി പറ്റുക. അവിടെ നമുക്ക് ABCD എന്നൊക്കെ ലെറ്ററിൽ ഡിഫറെൻറ്റ് വേരിയേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറൈസ് ചെയ്ത ഫിഗറിൽ നിന്നും ഇവിടെ വേരിയേഷൻസ് ഏതാണെന്ന് നോക്കി ഒറിജിനൽ ഇമേജ് ഏതായിരുന്നു ഐഡന്റിഫൈ ചെയ്ത് അതിന് ആൻസർ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. So in the memory image test 12 plus 12 24, a total of 24 questions ഉണ്ടാവും. a total of 8 4 plus 4, അതായത് 2 ഈച്ച് 4 എന്ന് പറയുന്നത് 2 മിനിറ്റ് മെമ്മറൈസ് ചെയ്യുക, 2 മിനിറ്റ് ആൻസർ ചെയ്യാം. അതുപോലെ ഇവിടെ ചില സമയത്ത് 2 മിനിറ്റ്സിന് പകരം 3 മിനിറ്റ്സ് മെമ്മറൈസ് ചെയ്യാനും 3 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പേജ് ആണെങ്കിൽ ടോട്ടൽ 12, 2 ക്വസ്റ്റ്യന് 2 സെറ്റ് ക്വസ്റ്റ്യന് ചിലപ്പോൾ 12 മിനിറ്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ 8 മിനിറ്റ്സ് ആയിരിക്കാം. ഓക്കെ, ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മെമ്മറി ഫിഗർ ടെസ്റ്റിലെ ഒരു ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീന് നിങ്ങൾക്ക് കാണാം, മെമ്മറി പേജ് അല്ലെങ്കിൽ സ്ക്രീൻ എഴുതിയ കാണാം. ഇങ്ങനെ ഒരു പേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ. സോ ഇവിടെ നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 12 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഈ 12 ക്വസ്റ്റ്യൻ ഉള്ള ഈ ഒരു മെമ്മറി പേജ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ടൈം തരും. സോ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇവിടെ 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ടൈം, ഈ പേജ് ഓപ്പൺ ആകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ടൈം റൺ ആവാൻ തുടങ്ങും. അത് കറക്റ്റ് 2 മിനിറ്റ്സ് നിന്ന് 0 സെക്കൻഡിലേക്ക് കുറഞ്ഞു വരുമ്പോൾ
ടൈം സ്റ്റോപ്പ് ആവും, ഈ മെമ്മറി പേജ് പോയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് വരും. സോ ആ ഒരു 2 or 3 minutes കൊണ്ട് നമ്മളിത് മെമ്മറൈസ് ചെയ്യണം. സോ ഷോർട്ട് മെമ്മറിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മളേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ഈ പേജ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 ഇമേജസ് ഉണ്ട്. സോ 1 by 1 നിങ്ങളെടുത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആ ഒരു ഏറ്റവും ചുരുങ്ങിയ സെക്കൻഡ്സ് കൊണ്ട് മെമ്മറൈസ് ചെയ്യുക. കാരണം ഷോർട്ടാണ്, ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആൻസർ പേജ് കിട്ടുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ്ലി കുറേയൊക്കെ നമുക്ക് ഓർമ്മ വരും. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. ഫസ്റ്റത്തെ ഈ ഒരു ഇമേജ് നോക്കുക. ഇവിടെ 2 സർക്കിളാണ്. സോ ഒരു സർക്കിൾ കംപ്ലീറ്റ്ലി ഉണ്ട്, മറ്റേ സർക്കിൾ കംപ്ലീറ്റ്ലി ഇല്ല, ഒരു 3/4 ഭാഗമേ ഉള്ളൂ. അതിനുശേഷം ഏകദേശം ഒരു സ്റ്റാർ പോലത്തെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഒച്ചിന്റെ പോലത്തെ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാർ പോലത്തെ ഒരു ഇമേജ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സർക്കിളിന്റെ ഒരു പകുതി ഇതിന്റെ ഉള്ളിലാണ്. ഇത്രയും മതി, ഇത്രയും ഫീച്ചേഴ്സ് മെമ്മറൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതായി 2 സർക്കിൾ, പാതിയേ ഉള്ളൂ ഒരു സ്റ്റാർ പോലത്തത്, 1 2 3 സൈഡേ ഉള്ളൂ സ്റ്റാറിന്റെ ഇതിൽ. ഓക്കെ, ഒരു ഇമേജ് ആയി. നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഒരു വലിയൊരു റെക്ടാങ്കിൾ. ഓക്കെ, ആ വലിയൊരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡിൽ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു സർക്കിൾ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു കോർണറിലായിട്ട് ഒരു സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ മാക്സിമം പോർഷൻ ഒരു 75% ഈ റെക്ടാങ്കിളിന്റെ ഉള്ളിലാണ്. ഇത്രയും മതി. ഒരു റെക്ടാങ്കിൾ, ഒരു സർക്കിൾ ഉണ്ട് ലെഫ്റ്റ് സൈഡ് കോർണറിൽ, ഇവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ 75% ഇവിടെയാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഉള്ളത് നോക്കുക, 1 2 ഒരു ജാർ പോലത്തെ ഒരു ഷേപ്പാണ്. ഇതാ 1 2 3 4 5 5 സൈഡുള്ള ഒരു ജാർ പോലത്തെ ഒരു ഷേപ്പ്. ആ ജാർ പോലത്തെ ഷേപ്പിന്റെ ഉള്ളിൽ അതിങ്ങനെ ചെരിച്ചു വെച്ചിട്ടുള്ളത്, അതിനുള്ളിലായിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്, ഒരു സ്ക്വയർ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ മൂന്നാമത്തെ ഒരു ഫിഗർ. ഇനി ഇവിടെ ഒരു ഷേപ്പ് നോക്കുക, നമ്മൾ ഒരു തോണി, ഒരു ബോട്ടൊക്കെ പോലത്തെ ഒരു ഇമേജ് ആണ്. 1 2 3 4 5 6 സൈഡാണുള്ളത്. ഓക്കെ, 6 സൈഡ് ഇമേജ് ഉണ്ട്. അതിന്റെ ഷേപ്പ് നോക്കുക, ഏകദേശം ഒരു തോണിയൊക്കെ പോലത്തെ ഒരു ഇമേജ് ആണ്. അതിന്റെ ഒരു കോർണറിൽ ഒരു പകുതി ഇതിന്റെ ഉള്ളിലും പകുതി പുറത്തുമായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു തോണി പോലത്തെ ഒരു ഇമേജ്. 1 2 3 4 5 6 സൈഡുള്ള ഒരു ഇമേജ് ഷേപ്പാണ് അതിന്റെ ഒരു കോർണറിൽ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഒരു 2 കോണ്, ഇല്ലെങ്കിൽ നമുക്ക് നോക്കുക, ഒരു മലയൊക്കെ നമ്മൾ പണ്ട് മലയൊക്കെ വരയ്ക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, 2 മല പോലെ വരയ്ക്കുന്നത്, അതുപോലത്തെ ഒരു ഷേപ്പാണ്. ഓക്കെ, ഇപ്പോൾ 1 ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 5 സൈഡാണുള്ളത്. ആ 5 സൈഡിൻ്റെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ, അതായത് ഒരു വായ പൊളിച്ച പോലത്തെ ഒരു ഷേപ്പാണ്, അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ആ സ്ക്വയറിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇതിന്റെ ഉള്ളിലുള്ളൂ. അതിന്റെ കോർണർ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു കോർണർ ഒരു സൈഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുക, ഡി എന്ന് പറയുന്ന ലെറ്റർ എഴുതിയ പോലത്തെ ഒരു ഷേപ്പാണ്. അപ്പൊ 2 ഡി, ഒരു ഡി പുറത്ത് ഒരു ഡി ഉള്ളിലുണ്ട്. ഡി എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ്. അതിന്റെ സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിങ്ങനെ കടത്തി വെച്ചിട്ടാണ്, റൈറ്റ് സൈഡിലേക്ക് കടത്തി വെച്ചിട്ടാണുള്ളത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറിന്റെ 3 സൈഡ് പുറത്താണ്, 2 സൈഡ് മാത്രമേ ഇതിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഈ ഷേപ്പിന്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത്. കംപ്ലീറ്റ്ലി സ്റ്റാർ വരുന്നത് ഇതിനുള്ളിലായിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് 6ാമത്തെ ഷേപ്പ്. 7ാമത്തെ ഷേപ്പ് നോക്കുക, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിളിന്റെ ഇതിൽ ഒരു കൈറ്റ് പോലത്തെ ഒരു ഇമേജ് ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത, ഒരു കോർണർ ഈ സൈഡിലും ഒരു കോർണർ ഈ സൈഡിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കൈറ്റ് പോലത്തെ ഒരു ഇമേജ് ആണ്. ഓക്കെ, ഇതിനൊരു 4 സൈഡ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഈ കൈറ്റിന്റെ ഒരു എൻഡ് വന്നിട്ട് ഒരു സർക്കിളിന്റെ സെന്ററിലായിട്ടാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർക്കിളും ഉണ്ട്, ഈ സൈഡിന്റെ എക്സാക്ട് മിഡിലായിട്ട് ഒരു സർക്കിളും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റാറും 1 2 3 4 ഒരു പെന്റഗണിന്റെ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു സൈഡ് ഇല്ലാത്ത ഒരു ഷേപ്പും ചേർത്ത് വെച്ചതുപോലെയാണ്. അത് സ്റ്റാറിന്റെ 3 സൈഡും പെന്റഗണിന്റെ 1 2 3 4 സൈഡ് ചേർത്ത് വെച്ചത്. 5ാമത്തെ സൈഡ് ഓപ്പൺ ആണ്. ഓക്കെ, ഇതിനിടയിൽ കൂടെ 2 ലൈന് പോകുന്നുണ്ട്, ജോയിന്റ് ആയിട്ടുള്ള 2 ലൈന് പോകുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു സൈഡ് ഇതിലൂടെയാണോ, ഒരു സൈഡ് സ്റ്റാറിന്റെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് ഒരു റെക്ടാങ്കിൾ പോകുന്നുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ഇവിടെ ഒരു 1 2 3 3 സൈഡുള്ള 3 ട്രയാങ്കിളിന്റെ കൂട്ടിച്ചേർത്ത് വെച്ച പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. ഇവിടെ ഒരു 2 ലൈന് ചേർത്ത് വെച്ചതുണ്ട്, 2 ലൈന്. അപ്പൊ അതിന്റെ ഒരു ലൈന് ഈ ലൈനിലും ഈ ലൈന് ഈ സൈഡിലുമാണ് വന്നിട്ട് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് 2 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ സ്ക്വയറിന്റെ ഒരെഡ്ജിലായിട്ട് വേറൊരു സ്ക്വയർ ഉണ്ട്. ഇത് 2ാമത്തെ ചെറിയ സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാക്സിമം പോർഷൻ പുറത്തും
ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കോർണറിൽ രണ്ട് സൈഡിലും കൂടി ടച്ച് ആകുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നിലില്ലാത്തൊരു പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇവിടെ വെച്ചിട്ടുണ്ട് ചെരിച്ചിട്ട് തന്നെ. ആ ചെരിച്ചിട്ട് വെച്ചത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നിലും അങ്ങനത്തെ ഒരു ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 2 3 ഇത് കാണാം, 3 സ്ക്വയർ തന്നെ കാണാം. 2 സ്ക്വയറിൽ ഒരു സ്ക്വയർ ചെരിച്ച് വെച്ചിട്ടാണ്, ഈ ഒരു സ്ക്വയർ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്ത ഒരു സ്ക്വയർ ചെരിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് മിഡിലായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. ആ എലിപ്റ്റിക്കൽ ഷേപ്പിനുള്ളിൽ വീണ്ടും 3 ചെറിയ എലിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും ചെറിയൊരു എലിപ്സ് ഈ കോർണറിലാണ്, ഈ സർക്കിളിൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു എലിപ്സ് എന്ന് പറയുന്നത് എക്സാക്ട് മിഡിലായിട്ട് വെർട്ടിക്കലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനേക്കാൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇടയിലുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു എലിപ്സ് ഈ ഒരു സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ 2 വെർട്ടിക്കലും ഈ ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ഒരു വലിയ എലിപ്സ്, അതിനുള്ളിൽ 3 എലിപ്സുകൾ, ഏറ്റവും ചെറുത് റൈറ്റ് സൈഡിൽ, ഏറ്റവും വലുത് മിഡിൽ. ഓക്കെ, ഇങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ താഴെയുണ്ട്. ഓക്കെ, ഒരു ട്രയാങ്കിൾ താഴെയുണ്ട്. അതിൻ്റെ മേലെ ഒരു 1 2 3 4 സൈഡുള്ള ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻ ഇതിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ജോയിൻ്റ് അല്ല കേട്ടോ. ഈ 4 സൈഡ്, ഒരു സൈഡ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ഈ സൈഡിൻ്റെ ഏകദേശം കോർണർ ഭാഗത്തിലായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷേപ്പ് മെമ്മറൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ടൈം കിട്ടത്തില്ല, 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യണം. ഓക്കെ, ഞാനൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇത്രയും ഒന്നും കൂടി ഒന്ന് നോക്കുക. മൊത്തത്തിലൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ ഫിഗറിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ അത് മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. ഈ സാധനം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത്, എന്നിട്ട് ക്വസ്റ്റ്യൻ ഫിഗറിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 2 സർക്കിള്, അതിൻ്റെ അറ്റത്തായിട്ട് ഒരു സ്റ്റാർ. ഓക്കെ, പകുതി ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റാർ, ഏകദേശം ഒരു ലോച്ചിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ ഒരു സൈഡിൽ ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, ആ സ്ക്വയറിൻ്റെ 75% ഇവിടെ വരുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു ജാറ് പോലത്തത്, അതിനുള്ളിൽ ഒരു സ്ക്വയർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തോണിയൊക്കെ പോലത്തെ ഒരു ഷേപ്പാണ്. 1 2 3 4 5 6 ഷേപ്പ് ഉള്ളത്. ഇവിടെ ഈ സൈഡ് ഓപ്പൺ ആണ്. ഇവിടെ ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട് ഈ കോർണറിൽ. ഇവിടെ പകുതി ഓൾമോസ്റ്റ് 50-50 അകത്തും പുറത്തുമായിട്ടാണ് വെച്ചിരിക്കുന്നത്, 2 സൈഡിനെ ടച്ച് ചെയ്തിട്ട്. ഇവിടെ നമുക്ക് 1 2 3 4 5 സൈഡുള്ള ഒരു ഷേപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ കംപ്ലീറ്റ്ലി ഇതിനുള്ളിൽ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയറിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഇത് ഈ ലൈനിൻ്റെ ഉള്ളിലുള്ളൂ, ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ, ബാക്കി ഭാഗം പുറത്താണ്. ഇവിടെയാണെങ്കിൽ 2 D, ഒരു ചെറിയ ഡി ഒരു വലിയ ഡിയും ഉണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കൊരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറിൻ്റെ 3 സൈഡ് പുറത്തും 2 സൈഡ് ഉള്ളിലുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു കൈറ്റിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. അതിൻ്റെ കൈറ്റിൻ്റെ 2 എഡ്ജ് വന്നിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡിലാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഈ കൈറ്റിൻ്റെ എൻഡ് വന്നിട്ട് ഈ ഒരു സർക്കിളിലാണുള്ളത്. നെക്സ്റ്റ് ഇവിടെ ഒരു സ്റ്റാറും ഒരു പെൻറ്റഗണും കൂട്ടിച്ചേർത്ത് പോലത്തെ ഒരു ഷേപ്പ്, അതിനുള്ളിലൂടെ 2 ലൈന് പോകുന്നു. ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിള്, അവിടെ 3 ട്രയാങ്കിള്, ലാസ്റ്റ് അതിൻ്റെ എൻഡ് മാത്രം ജോയിൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 ലൈന് കൂട്ടിച്ചേർത്ത് വെച്ച പോലത്തെ ഒരു ഷേപ്പ്, അത് 2 സൈഡിൽ വന്നിട്ട് ടച്ച് ആവുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്ക്വയർ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ഒരു എൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്ക്വയർ ഇവിടെ വെച്ചിട്ടുണ്ട് ചെരിച്ചിട്ട്. അത് നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിന്. ഇവിടെ 3 എലിപ്സ് ഒരു വലിയൊരു എലിപ്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ എലിപ്സ് ഈ സൈഡിലും ഏറ്റവും വലിയ എലിപ്സ് മിഡിലും കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഷേപ്പുള്ള ഒരു എലിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഏറ്റവും താഴെയുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇവിടെ മേലെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്, താഴെ ഒരു വലിയ ട്രയാങ്കിൾ തിരിച്ചു വെച്ചിട്ടുണ്ട്, പരത്തി വെച്ച പോലെയുണ്ട്. ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഒരേ എൻഡ് പുറത്തേക്ക് പോകുന്നു. പിന്നെ അതിൻ്റെ ഷേപ്പ് 1 2 3 4 സൈഡുള്ള ഒരു ഷേപ്പിനുള്ളിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേജ് അല്ലെങ്കിൽ സ്ക്രീൻ പേജ്. എല്ലാവർക്കും മെമ്മറി പേജ് ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജാറ് ചെരിച്ച് വെച്ച പോലത്തെ ഒരു ഷേപ്പ്, അതിനുള്ളിലുള്ള ഒരു റെക്റ്റാങ്കിൾ. എന്തായാലും സിയും ഡിയും അല്ല ആൻസർ, കാരണം റെക്റ്റാങ്കിൾ ഇതിൻ്റെ ഉള്ളിലല്ല സിയിൽ.
അതുപോലെ തന്നെ ഇവിടെ ഡിയിൽ റെക്ടാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിയും ഡിയും ആൻസർ അല്ല. അപ്പോൾ എ ഓർ ബി ആണ് ആൻസർ. ജാറ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് മെമ്മറി പേജിൽ. സോ ഇതാണ് ആൻസർ, എ ആണ് ആൻസർ. ഒന്നിൻ്റെ ആൻസർ എ ആണ്. രണ്ടാമത്തത് നോക്കുക. നമുക്ക് ഇതുപോലത്തെ ഒരു റെക്ടാങ്കിൾ, അതിനുള്ളിൽ ഇതുപോലത്തെ ഒരു ഷേപ്പും 2 ലൈനും ഉണ്ടായിരുന്നു. സോ ഇവിടെ 3 ലൈൻ ഉണ്ട്, ബി അല്ല ആൻസർ. ഇവിടെയും 3 ലൈൻ ഉണ്ട്, ഇതുമല്ല ആൻസർ. ഇവിടെ ഈ ഒരു റെക്ടാങ്കിളും 2 ലൈനേ ഉള്ളൂ. സോ ഇത് മേ ബി ആൻസർ ആവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സെയിം ആണ്, പക്ഷെ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഡി അല്ല ആൻസർ, സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. മൂന്നാമത്തത് ഒരു വലിയ റെക്ടാങ്കിളിനുള്ളിൽ ഒരു സർക്കിളും ഒരു റെക്ടാങ്കിളും വെച്ചിട്ടുള്ള ഒരു ഷേപ്പാണ്. സോ സർക്കിൾ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ തന്നെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിൾ ലെഫ്റ്റ് സൈഡിലാണെന്നുള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ വേറെ ഏതൊക്കെയോ പൊസിഷനിലാണ്. സോ ഡിയും അല്ല സിയും അല്ല ആൻസർ. സോ എ ഓർ ബി ആയിരിക്കാം ആൻസർ. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്തിരിക്കണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റെക്ടാങ്കിളിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇവിടെ ഉള്ളിലുള്ളൂ, ഇവിടെ റെക്ടാങ്കിളിൻ്റെ ഒരു വലിയ പോർഷൻ ഉള്ളിലുണ്ട്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൻസർ എന്താണ്? മൂന്നാമത്തെ ആൻസർ ബി ആയിരിക്കും ആൻസർ വരിക. കാരണം നമ്മളെ മെമ്മറി പേജിൽ ഒരു 75% ഉള്ളിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 75% ഇവിടെയാണ് ഉള്ളിലുള്ളത്, ഇവിടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളിലുള്ളൂ. സോ 3 ബി ആണ് ആൻസർ. ഇനി നാലാമത്തത് നോക്കുക. നാലാമത്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു തോണിയൊക്കെ പോലത്തെ ഒരു ഷേപ്പ്. ആ തോണിയൊക്കെ പോലത്തെ ഒരു ഷേപ്പിൽ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ടായിരുന്നു കോർണറിൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോർണറിൽ സ്ക്വയർ അല്ല, വേറെ ഏതൊരു ഷേപ്പാണ്. സോ എ അല്ല ആൻസർ. ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. സോ ബിയും അല്ല ആൻസർ. ഇവിടെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനില്ല. സോ സിയും അല്ല ആൻസർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിം, നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, ഒരു തോണി പോലത്തതാണ്. അതിൻ്റെ സൈഡിൽ കോർണറിലായിട്ട് ഒരു സ്ക്വയർ ഉണ്ട്. സോ ഡി ആണ് ആൻസർ. നാലാമത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു മെമ്മറി പേജ് ഉണ്ടായിരുന്നു. സോ അവിടെ നമുക്ക് ഒരു എലിപ്സിനുള്ളിൽ 3 എലിപ്സ് ആയിരുന്നു. സോ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഇമേജ് ആണ്. സിയും ഡിയും എന്തായാലും അല്ല, വേറെ ഏതൊക്കെയോ ഷേപ്പുകൾ വന്നിട്ടുണ്ട്. സോ സിയും ഡിയും റോങ് ആണ്. എ ഓർ ബി ആയിരിക്കാം ആൻസർ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വീണ്ടും അതിൽ മെമ്മറൈസ് ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള 3 സർക്കിളിൽ അല്ലെങ്കിൽ 3 എലിപ്സിൽ ഏറ്റവും ചെറിയ എലിപ്സ് ലെഫ്റ്റ് കോർണറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ അത് റൈറ്റ് കോർണറിലാണ്. സോ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ട്രയാങ്കിൾ മേലെയും താഴെ. സോ ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെ അറ്റം നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ അതിനുള്ളിൽ ഒരു 4 സൈഡുള്ള ഷേപ്പാണ്. ഓക്കെ, അതിൽ വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അറ്റം വന്ന് ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ഏകദേശം 3/4 ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്, ഈ സൈഡിൽ ടച്ച് ചെയ്യുന്ന പോർഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു എക്സ്ട്രാ ജോയിനിങ് ഉണ്ട്. സോ ബി അല്ല ആൻസർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ്റ് ആവുന്നില്ല. സോ സിയും അല്ല ആൻസർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷെയ്ഡിങ് ഉണ്ട്. സോ ഇതും അല്ല ആൻസർ. സോ ആറാമത്തെ ക്വസ്റ്റ്യന് എ ആണ് ആൻസർ. ഏഴാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാറും അതുപോലെ തന്നെ ഒരു പെൻറ്റഗണിൻ്റെയും പകുതി ജോയിൻ ചെയ്ത രീതിയിലുള്ളൊരു ഷേപ്പായിരുന്നു. അതിനിടയിലൂടെ 2 ലൈന് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറിൻ്റെ പുറത്ത് വേറെയും ഷേപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല. അപ്പോൾ ഇതല്ല, ഈ ലൈന് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സൈഡിലൂടെ. ഇങ്ങനെയായിരുന്നില്ല ഷേപ്പ്, ഇവിടെ ഷെയ്ഡിങ് ഉണ്ട്. സോ ബിയും സിയും ഡിയും ആൻസർ ഇല്ല. അപ്പോൾ എ ആണ് ആൻസർ. ഒരു സ്റ്റാറിൻ്റെ 3 ഷേപ്പ്, ഇവിടെ പെൻറ്റഗണിൻ്റെ 4 സൈഡ്, 5ാമത്തെ സൈഡില്ല, അതിനിടയിലൂടെ ലൈന് പോകുന്നു. സോ 7 എ ആണ് ആൻസർ. ഓക്കെ, ഇതിൽ 8ാമത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. 2 മലയിനിടയിൽ ഒരു റെക്റ്റാങ്കിൾ വെച്ച പോലത്തെ ഒരു ഷേപ്പായിരുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ഷേപ്പാണ്. ഇവിടെ ഷെയ്ഡിങ് ഉള്ളതുകൊണ്ട് ഇതല്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. സോ ബി ആൻഡ് സി ആൻസർ അല്ല. സോ എ ഓർ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയർ ആണ് ഉള്ളത് എന്നുള്ളത്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉള്ളത്, അത് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇത് ഡി ആണ് ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 9ാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ്, ഒരു കൈറ്റിൻ്റെ 2 അറ്റം ഈ സൈഡിലും ഈ സൈഡിലും ടച്ച് ചെയ്യുന്നു, കൈറ്റിൻ്റെ കോർണറിലൊരു സർക്കിൾ. സോ ഈ ഒരു ലൈൻ ഇല്ലെങ്കിൽ ഇത് ആൻസർ ആവാമായിരുന്നു. ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ ബി എന്തായാലും എല്ലാ ഷെയ്ഡിങ് ഉണ്ട്. സി ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ മെമ്മറൈസ് ചെയ്ത ഷേപ്പ് തന്നെയാണ്. ഡി എന്തായാലും അല്ല, ഇവിടെ ഒരു എക്സ്ട്രാ സർക്കിൾ വന്നിട്ടുണ്ട്. സോ ഇവിടെ സി ആണ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 സ്ക്വയറുകളാണുള്ളത്. ആ 3 സ്ക്വയറിൽ മിഡിലുള്ള സ്ക്വയർ മാത്രം എന്താണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്തായാലും ആ ഷേപ്പ് അല്ല.
അപ്പോൾ എ റോങ് ആണ്. ബി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഒരു റെക്ടാങ്കിൾ വലിയ സ്ക്വയർ ചെരിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ നേരെ വെച്ചിട്ടുണ്ട്, ഈ ഒരു കോർണറിൽ ടച്ച് ആവുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. സോ ബി ആണ് ആൻസർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഷെയ്ഡ് ഉണ്ട്, സോ ഇത് റോങ് ആണ്. സോ ബി ഈസ് ദ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡിയും ഒരു സ്റ്റാറുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ഡിയിനിടയിൽ ഒരു ക്രോസ് ഉണ്ട്, സോ എ ഈസ് റോങ്. ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് ബിയിൽ, സോ ഇതും റോങ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. 2 ഡി, ഒരു ചെറിയ ഡി, ഒരു വലിയ ഡി, അതിൻ്റെ സൈഡിൽ ഒരു സ്റ്റാർ. ഓക്കെ, ഇതിന് ഈ സൈഡിൽ തന്നെ വരുന്നുണ്ട്. 3 പോർഷൻ പുറത്ത്, 2 പോർഷൻ ഉള്ളിലുമാണ്. സോ സി ഈസ് ദ ആൻസർ. ഇവിടെ ഒരു ക്രോസ് വരെയുണ്ട്, ഡി റോങ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, 2 സർക്കിള്, അതിലൊരു സർക്കിളിൻ്റെ പകുതി ഇതിൻ്റെ ഉള്ളിലാണ്, പുറമെ ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെരിവ് വരുന്നത്, സോ ഇത് റോങ് ആണ്. ഇവിടെ ഒരു ലൈന് വരുന്നുണ്ട്, സോ ബി ആൻഡ് സി റോങ് ആണ്. ഡിയും റോങ് ആണ്, 2 ലൈന് വരുന്നുണ്ട്. സോ എ ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇത്രയാണുള്ളത്. സോ നല്ലോണം മെമ്മറൈസ് ചെയ്യാം. പർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലൊക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മെമ്മറൈസ് ചെയ്യാം. ഓരോ ഫിഗറിൻ്റെ ഉള്ളിൽ വേറെ ഫിഗർ വരുമ്പോൾ ആ ലൊക്കേഷൻസ് മെമ്മറൈസ് ചെയ്യാം. ഷെയ്ഡിങ് പോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് മെമ്മറൈസ് ചെയ്യാം. എന്ത് ടൈപ്പ് ഷേപ്പാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഷേപ്പ് വരുന്നെങ്കിൽ അങ്ങനെ മെമ്മറൈസ് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.